എന്നും രാവിലെ നേരത്തെ നീച്ച് വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് എന്നും റാഹത്തായിട്ട് കിടന്നുറങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ എന്നും ഞാനിത് വിചാരിക്കുക എന്നുള്ളത് അധിക ദിവസങ്ങളിൽ ഇത് നടക്കില്ല. അധിക ദിവസം എന്നല്ല, ഒരു ദിവസവും ഇത് നടക്കാറില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നീച്ചിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ കയറി നൈലൂന്നുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഉണ്ടാക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയെ ഞാൻ എടുക്കുള്ളൂ. അവൾ കഴിക്കുന്നൊരു ക്വാണ്ടിറ്റി അതന്നെ കഴിക്കാൻ പാടില്ല, കാരണം കുട്ടിക്ക് 5 months ആവണുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി കുക്കറിലിട്ടിട്ട് ഞാനത് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഉടച്ചെടുത്ത് പ്യൂറി ആക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. ഞാൻ സ്റ്റീമൊന്നും ചെയ്ത് അത്ര ശരിയാവാറില്ല. അപ്പോൾ ഞാൻ അവൾക്ക് ഇങ്ങനെ കൊടുക്കില്ല. എന്നിട്ട് അതിൽ അവളുടെ പൗഡർ ഉണ്ടല്ലോ, പാൽപ്പൊടി, അതും കൂടി മിക്സ് ചെയ്ത് കണ്ട് അവൾക്ക് കൊടുക്കുക. അത് കൊടുത്ത് കഴിഞ്ഞാണ്ട് ഞാൻ അവളെ എന്ത് ചെയ്തു, കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എണ്ണ തേച്ച് കിടക്കുമ്പോൾ എനിക്ക് കുറച്ച് പണികൾ തീർക്കാണ്ട്, കുറച്ച് പാത്രം കഴുകാണ്ട്, അവളെ തുണികളൊക്കെ അവൾക്ക് ഒരുങ്ങാനുള്ളതൊക്കെ അതൊക്കെ എടുത്ത് വെക്കാണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് അവളെ ഞാൻ കുളിപ്പിച്ച് കിടത്തി. കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കിടത്തി. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്ക് കുറച്ചൊക്കെ ഒരു ഉഷാറാണ്. എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഓക്ക് കുളി ഭയങ്കര ഇഷ്ടമാണ്, വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഓക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവളെ ക്യാമറയ്ക്ക് മുന്നിൽ ഹായ് ഹായ് ബായ് എന്നൊക്കെ പറയാണ്ട് ഇതാക്കുന്നുണ്ട്. അവൾ ഭയങ്കര ഒരു കൂസലില്ലാണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഓൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അകത്തേക്ക് നോക്കിയപ്പോൾ ആകെ വൃത്തികേടാണ്. ഒന്നായിട്ടൊന്ന് അടിച്ചുവരി തുടക്കാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്. കാരണം 2 ദിവസമായി ഞാൻ അടിച്ചുവരി തുടച്ചിട്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ കൊറിയറും വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്രൈന്ന്. ഇത് മറ്റൊന്നുമല്ല, അത് അവളുടെ ഡയപ്പറാട്ടോ. പിന്നെ ഞാൻ ചൂലും എടുത്ത് ഇറങ്ങി അടിച്ചുവരി തുടക്കാനെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അടിച്ചുവരി തുടച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കണ്ടില്ലേ, നല്ല നീറ്റായി കിടക്കുന്നില്ലേ. ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അധികം നിർത്താനോ ആളില്ലായിരുന്നു. അങ്ങനെ വീടൊക്കെ മൊത്തം വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഞാൻ എന്ത് ചെയ്തു, തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിട്ടു. തുണികൾ വാഷ് ചെയ്യാനിട്ട് ലിക്വിഡ് ഒഴിച്ചിക്കാണ്ട് ബാക്കി ഇനി എന്ത് പണിയാച്ച ചെയ്യുമ്പോഴേക്ക് തുണി വാഷ് ചെയ്ത് കിട്ടുമല്ലോ വിചാരിച്ചു. അപ്പോൾ എനിക്ക് പൂതിയായപ്പോൾ ഒരു ഷവായ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ, മസാല ഷവായ. പൊതുവെ ഇങ്ങനെ നോമ്പൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഫുഡ് കഴിച്ച് അത് കഴിക്കുമ്പോൾ കുറേ ദിവസമായിക്കണം ഞാൻ അതൊക്കെ കഴിച്ചിട്ട്. ഞാൻ പുറത്തുനിന്ന് കുറേ ദിവസമായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. ഇപ്പോൾ അടുത്താണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുണികളൊക്കെ തോരട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്താ അറിയോ, കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കൂന്തൽ നിറക്കാൻ പൂതിയായിട്ട് വാങ്ങിച്ചാട്ടാ. അങ്ങനെ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിക്കാണ്ട് നിന്നപ്പോഴേക്ക് ഇവൾ ഉണർന്നിക്കാണ്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല, വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. അവളെ 2 ഭാഗത്തും 2 തലയണയും വെച്ച് ഞാൻ വേഗം പോയി കുളിച്ച് കഴിഞ്ഞ് വന്നുകാണ്ട് നിസ്കരിക്കാനൊക്കെ ഉണ്ട്. അതിനൊന്നും ഓളധികം എനിക്ക് സമയം തരില്ല, കാരണം ഓളെ കൂടെ ഇരിക്കണം. അല്ലെങ്കിൽ ഓൾക്ക് ഭയങ്കര ബോറടിയും ടെൻഷനും ആയിരിക്കുമല്ലോ. അങ്ങനെ ഓളെ കൂടെ ഇരിക്കണം. അപ്പം ഞാൻ വേഗം നിസ്കരിച്ച് വന്നപ്പോഴേക്ക് ഓളിങ്ങനെ കുറുമ്പ് കാണിക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഓൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡേറ്റ്സ് മാത്രം ഇട്ടുകാണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കും കുറുക്കിക്കാണ്ട്. അപ്പോൾ അതുമൊക്കെ തയ്യാറാക്കി ഒക്കെ കൊടുത്ത് കഴിഞ്ഞിക്കാണ്ട് വന്നപ്പോഴേക്ക് കൂന്തലൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അതിങ്ങനെ ഐസ് വിട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്ക് ഓള് പ്രശ്നമായി. അത് കഴിഞ്ഞ് ഓളെ ഞാൻ കുളിപ്പിച്ച് കിടത്തി ഞാൻ എന്ത് ചെയ്തു, നിസ്കരിച്ച് ഓതി. മരുബൊക്കെ നിസ്കരിച്ച് ഓതുന്ന പതിവുണ്ട് മരുബ് ആകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ശരിക്കും റെസിപ്പി ഞാൻ ചാനലിടാം കേട്ടോ, നിങ്ങൾ കാണണേ. ഇതിൻ്റെ കെട്ടിയോൻ ഉണ്ടാക്കിയ ന്യൂഡിൽസാണ് കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിയോന്മാരിങ്ങനെ പടിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കി തരുകയാണെങ്കിൽ നമുക്ക് എന്ത് സുഖാലേ കഴിക്കാണ്. വേറെ ഒന്നും നോക്കണ്ട, കണ്ണും ചിമ്മി തിന്നാം. ഇനിയിപ്പോൾ രസമില്ലെങ്കിലും രസമുണ്ടെന്ന് പറയല്ല കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് അവനോട് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയില്ല. ഓൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാണ്ട് പിന്നെ അടുക്കള നോക്കുന്ന സമയത്തുണ്ടല്ലോ, അടുക്കള പിന്നെ ഒന്നിനും പറ്റില്ല. അതൊക്കെ പിന്നെ അടുക്കി പെറുക്കി വൃത്തിയാക്കലാണ് ഇന്നല്ലോ എൻ്റെ പണി. ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അടുക്കി പെറുക്കി വൃത്തിയാക്കി എനിക്കതിങ്ങനെ വൃത്തിയിലിങ്ങനെ കാണണം, നീറ്റായിട്ട് കാണണം, എന്നാലും സമാധാനമുള്ളൂ. എന്നിട്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് വന്ന് കണ്ട് കിടന്നുറങ്ങി. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ബായ്, വീണ്ടും കാണാം.